നമസ്കാരം. 9 PM എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകത്തിൽ 50 പേർ കസ്റ്റഡിയിലെന്ന് IG ഹർഷിത അട്ടല്ലൂരി. അറസ്റ്റുടൻ. ആലപ്പുഴയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ. കൊലപാതകങ്ങളിൽ ശക്തമായ നടപടിയെന്ന് മുഖ്യമന്ത്രി. പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് DGP. കൊലപാതകങ്ങളിൽ ദുഃഖവും നാണക്കേടും തോന്നുന്നതായി ഗവർണർ. നാളെ ആലപ്പുഴയിൽ സർവകക്ഷി യോഗം. കൊലപാതകങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്ന് പോലീസ്. അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. SDPI നേതാവ് ഷാലിന്റെ മൃതദേഹം ഖബറടക്കി. രഞ്ജു ശ്രീനിവാസന് 20 വെട്ടുകളേറ്റതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അക്രമം കാട്ടി വയനാട്ടിൽ SDPI ജാഥ. രാജ്യസഭാ എംപിമാരുടെ സസ്പെൻഷനിൽ സമവായ നീക്കവുമായി കേന്ദ്ര സർക്കാർ. എംപിമാരെ ചർച്ചയ്ക്ക് വിളിച്ച് പാർലമെന്ററി കാര്യമന്ത്രി. കേന്ദ്രത്തിന്റെ നീക്കം ഭിന്നിപ്പിക്കാനെന്ന് പ്രതിപക്ഷം. ക്ഷണം സ്വീകരിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം നാളെ. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്ന ബില്ലിന്റെ കരട് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. അജയ് മിശ്ര ഉടൻ രാജിവെക്കണം. PBയിൽ തർക്കമെന്ന മാതൃഭൂമി വാർത്ത വ്യാജമെന്ന് MA ബേബി. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ. നെയ്യഭിഷേകത്തിന് അനുമതി. പ്രതിദിന ഭക്തരുടെ എണ്ണം 60,000-ആയി ഉയർത്തും. കാനനപാത വഴിയുള്ള യാത്രയ്ക്കും അനുമതി. അമ്മ വൈസ് പ്രസിഡന്റായി മണിയൻ പിള്ള രാജുവും ശ്വേതാ മേനനും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് എതിരില്ലാതെ മോഹൻലാലും ഇടവേള ബാബു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിന് വെള്ളി മെഡൽ. ഫൈനലിൽ ശ്രീകാന്തിനെ തോൽപ്പിച്ചത് സിംഗപ്പൂരിന്റെ ലോക്കിൻ യു. ശ്രീകാന്തിന്റെ ചരിത്ര നേട്ടം. ആലപ്പുഴയിലെ കൊലപാതകത്തിൽ 50 പേർ കസ്റ്റഡിയിൽ. RSSന്റെയും SDPIയുടെയും പ്രവർത്തകരാണ് പിടിയിലുള്ളത്. ഇതിൽ ഷാൻ വധക്കേസിൽ കൊലയാളി സംഘത്തിന് സഞ്ചരിക്കാൻ വാഹനം തരപ്പെടുത്തി നൽകിയ 2 പേരെ ആലപ്പുഴയിലെ RSS കാര്യാലയത്തിൽ നിന്ന് പിടികൂടി. സമാധാന അന്തരീക്ഷം തിരികെ പിടിക്കാൻ ജില്ലയിൽ 2 ദിവസം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നാളെ ആലപ്പുഴയിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന സർവകക്ഷി സമാധാന യോഗം വിളിച്ചു. SDPI പ്രവർത്തകൻ KS ഷാനെ കാറിലെത്തിയ 5-അംഗ സംഘമാണ് പുറകിൽ നിന്നും കാറിടിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ വാടകക്കാർ ഇവർക്ക് നൽകിയത് മണ്ണഞ്ചേരി സ്വദേശി പ്രസാദാണ്. കാർ കൊണ്ടുപോയത് വെൺമണി സ്വദേശി കൊച്ചുകുട്ടനും. ഇരുവരെയും അന്വേഷണ സംഘം പിടികൂടിയതാകട്ടെ ആലപ്പുഴ തോണ്ടംകുളങ്ങരയിലെ RSSന്റെ കാര്യാലയത്തിൽ നിന്ന്. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ കൊലയാളി സംഘത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധത്തിൽ 12 പേർ ഉൾപ്പെട്ടതായാണ് തെളിവ്. ഇവർ കൊല നടത്താനായി നഗരമധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ 11 SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകിട്ടോടെ കസ്റ്റഡിയെടുത്തവരുടെ എണ്ണം കൂടിയതായും ഇവരെല്ലാവരും പ്രതികളല്ലെന്നും പോലീസ് പറഞ്ഞു. ഇനിയും അക്രമങ്ങൾ തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു. ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രോഹിബിറ്ററി ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പെട്രോളിംഗ് ശക്തമായിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സും അയച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആരായാലും ശരി, എത്ര ഒരു വലിയ ലീഡേഴ്സ് ആയാലും ശരി, ജൂനിയർ വർക്കേഴ്സ് ആയാലും ശരി, ഓർഡിനറി പബ്ലിക് ആയാലും ആർട്ട് സ്റ്റേഷൻസ് ആയാലും ഞങ്ങളുടെ ഭാഗത്ത് നല്ലൊരു ആക്ഷൻ ഉണ്ടാകും. പോലീസിന്റെ ഭാഗത്ത് കർശനമായ നടപടി ഉണ്ടാകും. ഇന്നലെ രാത്രി 7:30യോടെയാണ് മണ്ണഞ്ചേരിയിൽ നിന്നും പൊന്നാടിന് പോകുന്ന വഴിയിൽ വെച്ച് KS ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കാലെത്തിയ സംഘത്തിൽ നിന്നും 3 പേർ പുറത്തിറങ്ങി തുരിതര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്ന മൃതദേഹ പരിശോധനയിൽ 40ഓളം മുറിവുകളാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് BJP നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ 12-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. വീട്ടിൽ ഇരച്ചുകയറി കൊലയാളികൾ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ടാണ് രഞ്ജിത്തിനെ വെട്ടിനുറുക്കിയത്. SDPI നേതാവിന്റെ മൃതദേഹം വൈകിട്ടോടെ സംസ്കരിച്ചു. BJP നേതാവായ രഞ്ജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. 12 മണിക്കൂറിനിടയിൽ നിഷ്ഠൂരമായ 2 കൊലപാതകങ്ങൾ നടന്നതിന്റെ ഞെട്ടലിലാണ് ആലപ്പുഴ ജില്ല. മണ്ണഞ്ചേരിയിൽ SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനും വെള്ളക്കിണറിൽ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജു ശ്രീനിവാസനുമാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കുറ്റവാളികളെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടാൻ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.
ശനിയാഴ്ച രാത്രി 7:30യോടെയാണ് മണ്ണഞ്ചേരിയിൽ SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനെ കാറിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. 40ഓളം വെട്ടുകളേറ്റ ഷാനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 12 മണിയോടെ മരിച്ചു. ഷാനിന്റെ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകമാണ് BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസ് കൊല്ലപ്പെട്ടത്. വെളുപ്പിന് 5 മണിയോടെ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്നാണ് രഞ്ജിത്തിനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രഭാത സവാരിക്കിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ അക്രമികൾ വാതിലിൽ മുട്ടുകയും വാതിൽ തുറന്നതിന് പിന്നാലെ രഞ്ജിത്തിനെ വീട്ടിൽ കയറി ഹാളിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നുമാണ് വിവരം. രഞ്ജിത്തിന് തുടയിലും കഴുത്തിലും മാരകമായി വെട്ടേറ്റു. കൊലപാതകങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും കുറ്റവാളികളെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടികൂടാൻ പോലീസിന്റെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ആലപ്പുഴയിലെ കൊലപാതകത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് DGP അനിൽകാന്ത്. കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. വാഹന പരിശോധന കർശനമാക്കി. പോലീസിന്റെ ഭാഗത്തു നിന്നും ജാഗ്രത കുറവുണ്ടായിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും നേതാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായും DGP അറിയിച്ചു. സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു. ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രോബിറ്ററി ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പെട്രോളിംഗ് ശക്തമായിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സും അയച്ചിട്ടുണ്ട്. പിന്നെ ഓഫീസേഴ്സ് ADGP ലോ ആൻഡ് ഓർഡർ IG സൗത്ത് സോൺ എല്ലാം സീനിയർ ഓഫീസർമാർ അവിടെ ക്യാമ്പയിനുണ്ട്. ബാക്കി എല്ലാം ട്രബിൾ മേക്കേഴ്സും ഗുണ്ടാണ്ട് അവിടെ റൗണ്ട് അപ്പ് ചെയ്യും. 2 വീലേഴ്സിൻ്റെ എല്ലാം ചെക്കിംഗ് വളരെ കർശനമായിട്ട് ചെക്കിംഗ് നടക്കും. 2 വീലേഴ്സും ഏതെങ്കിലും വെഹിക്കിളും. പിന്നെ ബാക്കി ഏതെങ്കിലും ഇൻസിഡൻറ്റ് അടുത്തുണ്ടാകുന്ന വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പോകും. അത് ചെയ്യാൻ പോകുന്നു. ADGP ലോ ഓർഡർ അതിൻ്റെ നേതൃത്വത്തിലായിരിക്കും. സ്റ്റേറ്റ് വൈഡ് അലർട്ടാണ്. സ്റ്റേറ്റ് വൈഡ് എല്ലാം SP മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം അലർട്ടാണ്. എല്ലാം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അഡീഷണൽ ഫോഴ്സും ഏതെങ്കിലും പ്രോഹിബിറ്ററി ഓർഡർ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നടപടിയെടുക്കാം. ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങളിൽ നടുക്കം രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമം ആര് കയ്യിലെടുക്കാൻ ശ്രമിച്ചാലും അത് ജനാധിപത്യത്തിന് ഭൂഷണമോ ആധുനിക സംസ്കാരത്തിന് ചേരുന്നതോ അല്ലെന്ന് ഗവർണർ പറഞ്ഞു. Extremely sorry, very sad to know about these unfortunate, tragic incidents. I would say that anybody who tries to take law in his own hands, very ashamed, not only sad, I feel ashamed that these things are happening in a society which is the most literate and aware society in the whole country. So we have to think about it. Normal course, the report should come to me, and then definitely and I'm very confident. I'm telling you, I'm very confident. മറ്റു വാർത്തകളിലേക്ക് കൂടി എത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് ഇന്ന് 2995 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തി നേടിയത് 4160 പേർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,065 സാമ്പിളുകൾ പരിശോധിച്ചു. WIPR 10 മുകളിലുള്ള 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ ആണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഇവിടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു. നിലവിൽ 30,639 ആക്റ്റീവ് കേസുകളിൽ 8.2% വ്യക്തികൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 11 മരണങ്ങൾ കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 44,503 ഉയർന്നു. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 97.2% പേർക്ക് 1 ഡോസ് വാക്സിനും 74% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകി. പെൺകുട്ടികളുടെ വിവാഹപ്രായ പരിധി ഉയർത്തുന്നതിനെ പിന്തുണയ്ക്കേണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ബില്ലിന്റെ കരട് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. അതേസമയം ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും PMO വിളിച്ചുവരുത്തിയതിനെ ശക്തമായി അപലപിച്ച പോളിറ്റ് ബ്യൂറോ സംഭവം ഭരണഘടനാ ലംഘനവും കടുത്ത നിയമലംഘനവുമാണെന്നും വിമർശിച്ചു. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തയ്യാറാക്കി. പോളിറ്റ് ബ്യൂറോ യോഗം ഏകകണ്ഠമായാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് തയ്യാറാക്കിയത്. അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കരട് ചർച്ച ചെയ്യും. ജനുവരി 7 മുതൽ 9 വരെ ഹൈദരാബാദിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക.
അതേസമയം പെൺകുട്ടികളുടെ വിവാഹപ്രായപരിധി ഉയർത്താനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കില്ലെന്നാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനം. പെൺകുട്ടികളുടെ വിവാഹപ്രായപരിധി ഉയർത്തുന്ന ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുമെന്നും ബില്ലിന്റെ കരട് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും CPIM PB ആവശ്യപ്പെട്ടു. ബില്ലിൽ ആഴത്തിലുള്ള പരിശോധനയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചനയും നടത്തണമെന്നും PB ചൂണ്ടിക്കാട്ടി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും PMO വിളിച്ചു വരുത്തിയതിനെ പോളിറ്റ് ബ്യൂറോ ശക്തമായി വിമർശിച്ചു. സംഭവം ഭരണഘടനാ ലംഘനവും കടുത്ത നിയമലംഘനവുമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം സർക്കാരിൻ്റെ ഇത്തരം നടപടികളാൽ ഇല്ലാതാകുമെന്നും PB വ്യക്തമാക്കി. ഇതിനു പുറമെ ലഖിംപൂർ കർഷക കൊലപാതകത്തിൽ അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്നും അടിയന്തരമായി പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി. CPM-നെതിരെ വീണ്ടും വ്യാജ വാർത്തയുമായി മാതൃഭൂമി ദിനപത്രം. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തർക്കമെന്ന മാതൃഭൂമി വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് PB അംഗം MA ബേബി. ഭാവനാപൂർണമായ വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്നും വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്നും മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും MA ബേബി പറഞ്ഞു. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യാജ വാർത്തയാണ് CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തെക്കുറിച്ച് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ചത്. കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് രേഖയാണ് ശനിയാഴ്ച ദില്ലിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തത്. ഇത് സംബന്ധിച്ച് പൂർണ്ണ യോജിപ്പാണ് PBയിലുള്ളത്. പ്രാദേശിക പാർട്ടികളുമായുള്ള സഹകരണം സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിച്ചു. PB യോഗത്തിൽ തർക്കമെന്ന വാർത്ത വ്യാജമാണെന്നും കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. മാധ്യമങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ഭാവനാപൂർണമായ ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളീയരായ 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ 2 പേർ വീതം 2 ഭാഗത്തായി ഈ ചേരിതിരിവിൽ പരസ്പരം എതിർത്ത് നിലപാടെടുത്തു എന്നും ഈ പത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ പത്രം എഴുതിയിരിക്കുന്നതിനെ ഉച്ചക്കിറുക്കെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം പൂർണ്ണ യോജിപ്പോടുകൂടിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ സമർപ്പിക്കാനുള്ള രേഖ PB അംഗീകരിച്ചത്. വർഗീയതയ്ക്കെതിരെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. കോൺഗ്രസിന് അതിൽ പോലും നിലപാടില്ല. കോൺഗ്രസുമായുള്ള ബന്ധമല്ല പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാന വിഷയമെന്നും MA ബേബി വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായിട്ടുള്ള ബന്ധമല്ല പാർട്ടിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ തന്നെ ഒരു മതേതര ജനാധിപത്യ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇത് 2ാം തവണയാണ് മാതൃഭൂമി ദിനപത്രം CPIM ഉന്നതതല യോഗത്തെക്കുറിച്ച് തെറ്റായ വാർത്ത നൽകുന്നത്. നേരത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ PB അംഗം പിണറായി വിജയൻ സംസാരിച്ചെന്നുള്ള വ്യാജ വാർത്തയും ഇതേ ദിനപത്രം നൽകിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. വയനാട് കുറുക്കൻമൂലയിൽ 3 ആഴ്ചയായി ഭീതി പരത്തുന്ന കടുവ അവശ്യ നിലയിൽ. 3 ദിവസത്തിനകം സ്വാഭാവികമായി പിടികൂടാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉത്തരമേഖല CCF DK വിനോദ് കുമാർ പറഞ്ഞു. കടുവയെ ഇന്നലെ മുതൽ കടുവ വനപാലകരുടെ നിരീക്ഷണത്തിലാണ്. കടുവയ്ക്കായി നിലവിൽ തെരച്ചിൽ തുടരുകയാണ്. 21ാം ദിവസം കഴിഞ്ഞു. കടുവയ്ക്ക് പിന്നാലെയാണ് കുറുക്കൻമൂല. പരുക്കേറ്റ കടുവയാണ്. കെണിയൊരുക്കിയ കൂടുകൾക്കും തെരച്ചിൽ നടത്തുന്ന വനപാലകർക്കും അരികിൽ വരെ കടുവയെത്തി. ഇടയ്ക്കിടെയായി 17 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം മാത്രമാണ് ആശ്വാസകരമായ വാർത്തയുണ്ടായത്. കടുവയുടെ സ്ഥലവും സഞ്ചാരപഥവും തിരിച്ചറിഞ്ഞു. മയക്കുവെടി വയ്ക്കാനുള്ള കൂടുതൽ ടീമുകൾ വനത്തിനുള്ളിലുണ്ട്. പരിക്കേറ്റും ഭക്ഷണമില്ലാതെയും അവശനിലയിലാണ് കടുവയെന്ന് CCF DK വിനോദ് കുമാർ പറഞ്ഞു. ഇന്ന് തന്നെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് 2 എക്സ്ട്രാ സ്റ്റാർട്ടിംഗ് എക്യുപ്മെൻസും ഡോക്ടറും ഉണ്ട്. നമുക്കൊരു ടീം കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇന്നലെ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നതാണ്, രാത്രിയായിട്ട്. ഇന്ന് രാവിലെയും കുറുക്കൻമൂലയിൽ കാൽപ്പാടുകൾ കണ്ടിരുന്നു. കടുവ ആദ്യമിറങ്ങിയ സ്ഥലത്താണ് തിരച്ചിൽ നടത്തുന്നത്. ബേഗൂർ റേഞ്ചിന് കീഴിലെ കർണാടക അതിർത്തി മേഖലയാണ് ഇവിടം. പലയിടത്തും കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവ കയറാത്ത സാഹചര്യത്തിലാണ് മയക്കുവെടി വയ്ക്കാനുള്ള സജീവ ശ്രമങ്ങൾ വനം വകുപ്പ് സ്വീകരിച്ചത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ശ്രമങ്ങൾ. കൈരളി ന്യൂസ്, വയനാട്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനം സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടും ഇക്കാര്യത്തിൽ തുടരുന്ന വിവാദം അനാവശ്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു.
പ്രോ ചാൻസലറും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ മാധ്യമങ്ങളിലൂടെ സംവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെടൽ നടത്തിയെന്ന നിലയിൽ ചിലർ പ്രചാരണം തുടരുന്നത് സർവകലാശാലാ നിയമങ്ങളെ സംബന്ധിച്ചോ പ്രോ ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം സംബന്ധിച്ചോ മനസ്സിലാകാതെയാണ്. നിയമനത്തിൽ അപാകതയൊന്നുമില്ലെന്ന് കോടതി തന്നെ പറയുകയും ചെയ്തു. എന്നിട്ടും വിവാദം തുടരുന്നത് അപലപനീയമാണെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല വിശേഷങ്ങൾ. സന്നിധാനത്തെയും പമ്പയിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ശുചീകരണ വഴിപാടുമായി സർക്കാരും ദേവസ്വം ബോർഡും. ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകുന്ന തീർത്ഥാടകർക്ക് തുളസിച്ചെടി സൗജന്യമായി നൽകും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നശിപ്പിക്കാൻ സന്നിധാനത്ത് മെഷീൻ സ്ഥാപിച്ചു. ശബരിമലയുടെ ശുചീകരണവും വഴിപാടിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് തീർത്ഥാടകർക്ക് കൂടി പങ്കാളിത്തമുള്ള ശുചീകരണ വഴിപാടിന് തുടക്കം കുറിച്ചത്. വിശുദ്ധി സേനാംഗങ്ങളുമായി ചേർന്ന് പമ്പയിൽ അയ്യപ്പൻ്റെ പൂങ്കാവനം ശുചിയാക്കുന്നതിന് തീർത്ഥാടകർക്കും അവസരം നൽകുന്നതാണ് ശുചീകരണ വഴിപാട്. ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാവുന്ന തീർത്ഥാടകർക്ക് തുളസിച്ചെടി സൗജന്യമായി നൽകും. പങ്കാളികളാവുന്നവർ നടുന്ന തുളസിച്ചെടികൾ കൊണ്ട് തുളസീവനം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ പമ്പയിൽ ആരംഭിക്കുന്ന പദ്ധതി പിന്നീട് സന്നിധാനത്തേക്കും വ്യാപിപ്പിക്കും. ജില്ലാ ഭരണകേന്ദ്രവും ഹരിത കേരള മിഷനും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയും ഫെഡറൽ ബാങ്കിൻ്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപൻ നിർവഹിച്ചു. ശബരിമലയുടെ ശുചീകരണവും വഴിപാടിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. 25 വർഷം പൂർത്തിയാക്കിയ വിശുദ്ധി സേനാ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ദേവസ്വം ബോർഡ് അംഗം മനോജ് ചരളയിൽ, ശബരിമല ADM അർജുൻ പാണ്ഡ്യൻ, ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് PA ജോയി എന്നിവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നശിപ്പിക്കാൻ സന്നിധാനത്ത് ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചു. സന്നിധാനത്ത് കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നശിപ്പിക്കുക ഇനി മുതൽ എളുപ്പമാവും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.